ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പൈൽ റീഡിംഗ് ആണ്. ഇവിടെ 2 പൈൽസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എന്ത് അനുഗ്രഹമാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മളിവിടെ 2 പൈൽസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് ഹോപ്പ് എന്നുള്ള ഒരു കാർഡാണ്, ആൻഡ് സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ലൈറ്റ് എന്നുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഈ 2 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് നന്നായി ഒന്ന് പ്രാർത്ഥിച്ച ശേഷം തിരഞ്ഞെടുക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം മാത്രം ഒന്ന് നമ്മളുടെ മൈൻഡ് സൈലൻ്റ് ആയ ശേഷം ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പൈലിൽ പറയുന്ന സിറ്റുവേഷൻ അതുപോലെ മറ്റുള്ള എനർജീസ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇൻ കേസ് നിങ്ങളുമായിട്ട് അത് സാമ്യതയില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് അത് ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പൈൽ കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം വളരെ ശാന്തമായി ഇതിൽ നിന്ന് ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൈലായിട്ടുള്ള ഹോപ്പ് എന്നുള്ള ഒരു കാർഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് റിലേഷൻഷിപ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെയാണ്. അതായത് ബന്ധങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലവേഴ്സ് എനർജി റിവേഴ്സ്ഡ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള സ്വരച്ചേർച്ച കുറവുണ്ടാവാം. അതുപോലെ തന്നെ പരസ്പരം സംശയം നിങ്ങൾ തമ്മിലുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിനകത്ത് ചിലപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള സ്റ്റക്നെസ് ചിലവർ അനുഭവിക്കുന്നുണ്ടാവാം. ചിലവർ നോ കോണ്ടാക്റ്റിലായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മോശമായ ഒരു അവസ്ഥയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെയായിരിക്കാം. അപ്പം അതിനകത്ത് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നിട്ടും നിങ്ങൾ തളർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ കൂടെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരോട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ചിലർ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പ്രാർത്ഥനകളിലൂടെയും അല്ലാന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻസ്, അഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം. അതായത് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ അതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ബന്ധം ഒരു കാരണവശാലും വിട്ടുകളയാൻ തയ്യാറാവാത്തൊരു മനസ്ഥിതിയാണ് നിങ്ങളുടേതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു കാരണവശാലും നിങ്ങളത് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഉള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നതിനായിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെന്നുള്ളത് പറയാം. ഇതിനകത്ത് ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വരും, അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് എല്ലാം മാറി മറിയും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു പൈലിൻ്റെ ഒരു ഏകദേശം എനർജി നിങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ് ഹോപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയായിരിക്കാം നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു വീലിൻ്റെ എനർജി പോലെ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി മറിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം യൂണിവേഴ്സ് ഒരുക്കി തരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിന് വളരെയധികം ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് ഇത്രയധികം ഒരു കോൺഫിഡൻസ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയോ ഒക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു നല്ല റിസൾട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തളർന്നു പോകുന്നുണ്ടാവില്ല. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ അത് നടന്നില്ല എന്ന് കാണുമ്പോൾ അത് ഇട്ടെറിഞ്ഞു പോകുന്ന വ്യക്തികളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നേടും വരെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കർമ്മഫലമാണ്.
നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമായ ഒരു അവസ്ഥയിൽ അത്രമേൽ ഒരു വിഷമഘട്ടത്തിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നു. ആ ഒരു ചാരിയറ്റ് എനർജിയാണ്, മുന്നോട്ടുള്ള ഒരു കുതിപ്പ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർണായകമായ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ 2 വഴികളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി കടന്നു വരാനായിട്ട് പോകുന്നത്. അതായത് ചില സമയത്ത് നമുക്കായിട്ട് തന്നെ യൂണിവേഴ്സ് ഒരു സെൽഫ് വിൽ എന്നുള്ളൊരു സംഭവം തരും. അതായത് നമുക്ക് തന്നെ തീരുമാനിക്കാം നമ്മളുടെ വഴി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു വിധി എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് തന്നെ നടന്നു ചെല്ലാവുന്ന ഒരവസ്ഥ. അപ്പോൾ അതുപോലെയുള്ള നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു തീരുമാനത്തിനനുസരിച്ചായിരിക്കാം നിങ്ങളുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ആൻഡ് ക്യാരക്ടറൊക്കെയാണ് നിങ്ങളുടേതെങ്കിൽ, നിങ്ങൾ തിരഞ്ഞെടുത്തത് ഈ ഒരു പയലുമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് റെസനേറ്റ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷം കടന്നു വരുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇത്രയും നാൾ പണിപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ വൈഫിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇത് കാണുന്നത്, നിങ്ങളുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പാരൻസിൻ്റെ ഒരു അനുമതിയോടുകൂടി വിവാഹം കഴിക്കാൻ കാത്തിരുന്ന വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലിയുടെ ഒരു എതിർപ്പുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടി ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അതായിരുന്നു ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് നിന്നിരുന്നതെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. പൊതുവേ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഈ ഒരു പയൽ തിരഞ്ഞെടുത്തവർക്ക് നല്ല രീതിയിൽ ലഭ്യമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് പാർട്ട്ണറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ അകന്ന് മാറി നിന്നിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീയൂണിയൻ എനർജി നമുക്ക് കാണാം. അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻ്റ് ആവാം. ചിലരെ സംബന്ധിച്ച് അതൊരു ഹോളിഡേ ട്രിപ്പ് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം, സെലിബ്രേഷൻസ് ആയിരിക്കും. ആ ഒരു എനർജി നല്ലതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സ് 10, 20, 7 ആൻഡ് 17 നിങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ബർത്ത് ഡേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആനിവേഴ്സറി ഡേറ്റോ അങ്ങനെ ഏതെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നമ്പേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആൻഡ് സിറ്റുവേഷനായിട്ട് ഇതിന് സാമ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റിവിറ്റിക്കായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതാണ് സെക്കൻഡ് പയലായിട്ടുള്ള ലൈറ്റ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യം നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയുണ്ട്, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാത്ത ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം നല്ലതുപോലെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേടി തോന്നുന്നുണ്ടാവാം. ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു വ്യക്തതയില്ല. നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കാൽവെപ്പ് എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടാവും. ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലിലായിരിക്കാം, ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് സാധിക്കാത്ത അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വീട് പണിയോ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ തുടർന്ന് വെച്ച ഒരു സംഭവം പെട്ടെന്ന് നിന്ന് പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചൊരു കാര്യമായിരിക്കാം, അതിൻ്റെ ഒരു ഔട്ട്കം
നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, തീർത്തും ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ നിരാശമായിട്ടുള്ള ഒരു എനർജിയിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സംഭവിച്ചിട്ടുള്ള നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം, മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ചിലർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഭയമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിയറിങ് എനർജിയും നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാറണം എന്ന് വിചാരിക്കുകയും ചെയ്തു കഴിഞ്ഞാലും വെരി നെക്സ്റ്റ് മൂമെൻറ്റ് നിങ്ങൾ ചിലപ്പോൾ നെഗറ്റിവിറ്റിയിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ തന്നെ നെഗറ്റീവായിട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്തകളിൽ തന്നെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവാം. പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ചിലപ്പോൾ നിങ്ങൾ അലട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ മാനസികമായിട്ട് നല്ല രീതിയിൽ ക്ലേശം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു അനുഗ്രഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്താണോ അതിനകത്തൊരു ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളത് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുത്തുന്നത് മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പാതിക്ക് വഴിക്ക് നിന്ന് പോയവരോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ സ്റ്റക്കായി നിന്നിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം, നിങ്ങൾക്ക് നേരത്തെ മുൻപരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു തിരിച്ചുവരവ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു തിരിച്ചുവരവ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തീർച്ചയായിട്ടും മാറുകയും ചെയ്യും. അതായത് ഒരുപാട് നമ്മൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ആ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ ഒരു കച്ചിത്തുരുമ്പിട്ട് തരാറുണ്ട്, അല്ലെങ്കിൽ ഒരു പിടിവള്ളി തരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ള ആ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ഈ ഒരു വിഷമഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. അത് മറ്റൊരാളിലൂടെയുള്ള ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി ഷിഫ്റ്റിംഗ് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആ ഒരു ഇരുട്ടിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളിവിടെ ചൂസ് ചെയ്ത ആ ഒരു മെയിൻ പയൽ, ആ ഒരു എനർജി പോലെ തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്ന ആ ഒരു അനുഭവങ്ങൾ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ കറൻ്റ്ലി നിങ്ങളുടെ ഒരു അവസ്ഥ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് മുന്നിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ചിലർക്ക് പല കാര്യങ്ങളിലും ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ചാൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് പുതിയൊരു ജോലി അല്ലെങ്കിൽ പുതിയൊരു ഓഫർ അവരെ തേടിയെത്തുന്നതായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂ ബിഗിനിങ് പലരുടെയും ലൈഫിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി ആ ഒരു ബന്ധത്തിന് പുതിയ തുടക്കം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയായിരിക്കാം. ഇപ്പോൾ പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം സംഭവിക്കുന്നു. അതിനായിട്ട് യൂണിവേഴ്സ് ചിലപ്പോൾ മറ്റാരില്ലെങ്കിലും കൂടി ആയിരിക്കാം ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും പല പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളത് തന്നെയാണ്.
അതുപോലെ 10, 18 ആൻഡ് 19 ഈ ഒരു നമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നമ്പറുകളായിരിക്കാം. നിങ്ങളുടെ ബർത്ത് ഡേറ്റോ അല്ലെങ്കിൽ ആനിവേഴ്സറി ഡേറ്റോ ബർത്ത് നമ്പറോ അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി സിറ്റുവേഷനായിട്ടൊക്കെ അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്നതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.